ബോക്കോ ഹറാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിൽ ധാരാളം മുസ്ലിം ഭീകര സംഘടനകളെ കുറിച്ച് നമ്മൾ ഈ സമീപകാലത്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ കുറിച്ച് നമുക്കറിയാം, ഹിസ്ബുള്ളയെ കുറിച്ചറിയാം, അൽഖ്വയ്ദയെ കുറിച്ചറിയാം, ഐസിസിനെ കുറിച്ചറിയാം. നമ്മുടെ മാധ്യമങ്ങളിൽ അധികം പരാമർശിക്കാത്ത ഒരു പേരാണ് ബോക്കോ ഹറാം എന്നുള്ളത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ മുസ്ലിം ഭീകര സംഘടനകളിൽ ഒന്നാണ് ബോക്കോ ഹറാം. ബോക്കോ ഹറാം പ്രവർത്തിക്കുന്നത് നൈജീരിയ കേന്ദ്രമാക്കിയാണ്. നൈജീരിയ മാത്രമല്ല, സമീപ രാജ്യങ്ങളായ കാമറൂൺ, നൈജർ, മാലി, ചാഡ് തുടങ്ങി പല രാജ്യങ്ങളിൽ ബോക്കോ ഹറാം വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബോക്കോ ഹറാമിനെ ലോകത്തെങ്ങും കുപ്രസിദ്ധമാക്കിയ ഒരു സംഭവമാണ് 2014 ഏപ്രിൽ മാസം 14 വടക്കൻ നൈജീരിയയിലെ ചിബോക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ഡോർമിറ്ററിയിൽ നിന്ന് തോക്കേന്തിയ ബോക്കോ ഹറാം തീവ്രവാദികൾ 276 പെൺകുട്ടികളെ രാത്രിയുടെ മറവിൽ തട്ടിക്കൊണ്ടുപോയി. ഈ സംഭവം ലോകമെങ്ങും വലിയ ഞടുക്കം സൃഷ്ടിച്ചു. ബോക്കോ ഹറാം ഭീകരതയ്ക്കിരയായ ചിബോക്കിലെ പെൺകുട്ടികൾ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി പലയിടത്തും വസിക്കുന്നു. ചിലരെ കുറിച്ച് ഒരറിവുമില്ല. ആ കഥയിലേക്ക് വരുന്നതിന് മുൻപ് നൈജീരിയയെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ ഒരു രാജ്യമാണ് നൈജീരിയ. ലോകത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നൈജീരിയ. 23 കോടി ജനങ്ങളാണ് നൈജീരിയയിലുള്ളത്. നൈജീരിയയിൽ പ്രധാനമായിട്ടും 2 മതവിഭാഗങ്ങളാണുള്ളത്. 52 മുതൽ 53% വരുന്ന മുസ്ലിങ്ങളും 46 മുതൽ 48% വരെ വരുന്ന ക്രൈസ്തവരും. ഈ ജനവിഭാഗങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ 2 വിഭാഗമായി ചേരിതിരിഞ്ഞ് കലാപങ്ങൾ നടക്കുവാൻ തുടങ്ങിയിട്ട് ദീർഘനാളുകളായി. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖല മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മേഖലയിലാണ് ക്രൈസ്തവർ ഭൂരിപക്ഷം ഉള്ളത്. അബൂജയാണ് നൈജീരിയയുടെ തലസ്ഥാനം. അപ്പോൾ തന്നെ നൈജീരിയയിലെ ഏറ്റവും വലിയ പട്ടണം ലോകത്തിലെ തന്നെ വൻ നഗരങ്ങളിലൊന്നായ ലാഗോസ് ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എണ്ണ നിക്ഷേപം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് നൈജീരിയ. രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 75% വരുന്നത് ക്രൂഡ് ഓയിൽ വ്യാപാരത്തിൽ നിന്നാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും എണ്ണ കമ്പനികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട ഈ എണ്ണ വരുമാനം അതിന്റെ സിംഹഭാഗവും കൊള്ളയടിക്കപ്പെടുന്നു. രാജ്യത്തെ ജനങ്ങൾ അതികഠിനമായ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ് നൈജീരിയയുടേത്. രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് മുസ്ലിം തീവ്രവാദം. ബോക്കോ ഹറാമും അതുപോലെയുള്ള നിരവധി സംഘടനകളും രാജ്യത്തെ ഒരു മുസ്ലിം ഭരണക്രമത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ദീർഘനാളുകളായി കലാപങ്ങളും പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിക്രൂരമായ കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലുകളും നിരന്തര സംഭവമാണ് അവിടെ. 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് ക്രൈസ്തവരും മുസ്ലിങ്ങളും പോരടിക്കുന്ന നിരവധി മേഖലകൾ തന്നെ നൈജീരിയയിലുണ്ട്. കാനഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഓപ്പൺ ഡോഴ്സിന്റെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 6ാം സ്ഥാനമാണ് നൈജീരിയയ്ക്കുള്ളത്. ഇനി വീണ്ടും ബോക്കോ ഹറാമിലേക്ക് വരാം. ശുദ്ധമായ ശരീഅത്ത് നിയമങ്ങൾ സാർവത്രികമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ബോക്കോ ഹറാമിന്റെ പ്രഥമ ലക്ഷ്യം. ബോക്കോ ഹറാം എന്ന വാക്കിന്റെ അർത്ഥം പാശ്ചാത്യ വിദ്യാഭ്യാസം ഹറാമാണെന്നാണ്. ആന്റി വെസ്റ്റേൺ, ആന്റി ക്രിസ്ത്യൻ, ആന്റി ഷിയ, ഇതാണ് ബോക്കോ ഹറാമിന്റെ തത്വശാസ്ത്രം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ബോക്കോ ഹറാം തീവ്രവാദികൾ തയ്യാറാണ്. ലോകത്തെ പ്രമുഖ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളായ അൽഖ്വയ്ദ, ഐസിസ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായി ഇവർക്ക് തുടക്കം മുതൽ ബന്ധമുണ്ട്. സലഫി ജിഹാദിസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നൈജീരിയയുടെ ഈ വടക്കൻ ഭാഗങ്ങളിലുള്ള ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുക, പള്ളികൾ ബോംബിട്ട് തകർക്കുക, സ്കൂളുകൾ ആക്രമിക്കുക, ബാങ്കുകൾ ആക്രമിക്കുക, പത്രസ്ഥാപനങ്ങൾ ആക്രമിക്കുക തുടങ്ങിയ കലാപരിപാടികൾ നടത്തുവാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടായി. എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവങ്ങൾ നൈജീരിയയുടെ വടക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ചില വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 2014 ഏപ്രിൽ 14 ചിബോക്കിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ എല്ലാം പതിവ് പോലെയായിരുന്നു. സ്കൂൾ കഴിഞ്ഞു, കുട്ടികളുടെ കളി സമയം കഴിഞ്ഞു, കുട്ടികൾ രാത്രി പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അത്താഴത്തിനിരുന്നു. അത്താഴം കഴിഞ്ഞ് കിടക്കുവാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു കൂട്ടം തോക്കേന്തിയ തീവ്രവാദികൾ സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നത്. 2 കാവൽക്കാർ മാത്രമായിരുന്നു ഗേറ്റിന്റെ മുൻവശത്തുണ്ടായിരുന്നത്. തീവ്രവാദികൾ വരുന്നത് കണ്ട്
അവർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. പെൺകുട്ടികളുടെ ഈ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറിയ ഈ തീവ്രവാദികൾ ഭയന്നൊളിച്ച പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പുറത്തേക്കിറക്കി. തുടർന്ന് എല്ലാവരെയും ഗ്രൗണ്ടിൽ നിരത്തി നിർത്തി. അതിനുശേഷം ആ സ്കൂൾ കെട്ടിടങ്ങൾ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. അഗ്നി ആളിക്കത്തുമ്പോൾ ഈ പെൺകുട്ടികളെയും കൊണ്ട് ഈ തോക്കേന്തിയ കശ്മലന്മാർ ഗേറ്റിന് പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി. അവർ നടന്ന് തങ്ങൾ വന്ന ട്രക്കുകളിൽ ഈ കുട്ടികളെ കുത്തി നിറച്ച് കയറ്റി. തുടർന്ന് വനത്തിലൂടെ ദീർഘമായ യാത്ര. ആ യാത്രക്കിടയിൽ 52 പെൺകുട്ടികൾ പ്രാണരക്ഷാർത്ഥം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. അങ്ങനെ ചാടി രക്ഷപ്പെട്ടവർ സമീപത്തുള്ള കുറ്റിക്കാടുകളിലൊക്കെ ഒളിച്ചു. മറ്റു പെൺകുട്ടികളെയും കൊണ്ട് തീവ്രവാദികളുടെ ട്രക്കുകൾ സാംബിസ വനത്തിനകത്തെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് മറഞ്ഞു. പതിയെ പതിയെ ഈ വാർത്ത പുറത്തേക്ക് അറിഞ്ഞു. ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. 276 പെൺകുട്ടികൾ, 16 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർ, അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഈ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? ദുരിതപൂർണമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ പെൺകുട്ടികൾ പ്രവേശിച്ചത്. അവരിൽ മിക്കവർക്കും തീവ്രവാദികളുടെ പ്രേരണയനുസരിച്ച് മതം മാറേണ്ടി വന്നു. ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ വിധേയമാകേണ്ടി വന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ പെൺകുട്ടികളിൽ പലരും തീവ്രവാദികളുടെ കുഞ്ഞുങ്ങൾക്ക് പല തവണ ജന്മം നൽകേണ്ടി വന്നു. കഠിനവും ക്രൂരവുമായ ജീവിതാനുഭവങ്ങളാണ് ഈ പെൺകുട്ടികൾ സാംബിസ വനത്തിന്റെ നിഗൂഢതയിൽ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോഴും അവരിൽ പലരുടെയും ഹൃദയത്തിൽ എന്നെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള അത്യാർത്തി ഉണ്ടായിരുന്നു. അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ശ്രമത്തിനിടയിൽ പലരും കൊല്ലപ്പെട്ടിരിക്കാം. എന്നാൽ ചിലരൊക്കെ ചില കാലങ്ങളിൽ വനത്തിന് പുറത്തേക്ക് എത്തുവാൻ സാധിച്ചു. കിലോമീറ്ററുകൾ വനത്തിലൂടെ ഒരു പഴംതുണിയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് അവരിൽ പലരും പുറം ലോകത്തേക്ക് എത്തി. ലോകത്തിന്റെ മുഴുവൻ കരളലിയിക്കുന്ന വേദനാപൂർണമായ അനുഭവങ്ങൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നൈജീരിയയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ കഥകൾ ലോക മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന കഥകളായിരുന്നു. പക്ഷെ ലോകത്തിന് അവർക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ മിഷേൽ ഒബാമയും ഏഞ്ചലീന ജോളിയും ഒക്കെ നൈജീരിയൻ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന #ഇട്ട് അവരോട് അനുഭാവം പ്രകടിപ്പിച്ചു. കാണെ എല്ലാവരും അവരെ മറന്നുപോയി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗവൺമെന്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഇടപെടൽ മൂലം മോചിക്കപ്പെട്ടവരുമൊക്കെയായി 180ഓളം പേർ പുറം ലോകത്തേക്ക് എത്തി. ഇന്നും 80ലധികം കുട്ടികളെ കുറിച്ച് ലോകത്തിന് ഒരു വിവരവുമില്ല. ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം, ഈ പുറത്തേക്ക് വന്ന പെൺകുട്ടികൾ 4, 5, 6, 7 വർഷങ്ങളൊക്കെ ഭീകരന്മാരോടൊപ്പം വസിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വേദനാപൂർണമായ ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് പുറത്തേക്ക് വന്ന ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ സംവിധാനങ്ങളില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകം മുഴുവൻ അവരുടെ വേദനയിൽ പങ്കുചേർന്നതാണ്. അവർക്ക് വേണ്ടി ഗവൺമെന്റ് ഒരുക്കിയ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു. പല പെൺകുട്ടികളും പിന്നീട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനേക്കാൾ ഭേദം ഭീകരന്മാരുടെ താവളമായിരുന്നു. ഇന്നും അവർ വേദന പേറി അവിടെ ജീവിക്കുകയാണ്. നൈജീരിയയിലെ ക്രിസ്തീയ സഭയ്ക്കും ഇതിനകത്ത് പ്രധാനപ്പെട്ട റോളുണ്ട്. 46% ക്രൈസ്തവരുള്ള രാജ്യമാണ് നൈജീരിയ. അതിൽ 1/3 കത്തോലിക്ക സഭയാണ്, ബാക്കി പ്രൊട്ടസ്റ്റന്റ് സഭകൾ. ഈ സഭകൾക്കെല്ലാം വലിയ സംവിധാനങ്ങളുണ്ട്. ലോകത്തിലെ തന്നെ വലിയ സഭകൾ നൈജീരിയയിലുണ്ട്. എന്നാൽ ഈ സഭകൾക്കൊന്നും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. അടിസ്ഥാനപരമായി ഒരു പെൺകുട്ടി മറ്റൊരാളാൽ ഗർഭം ധരിച്ചാൽ അത് വ്യഭിചാരമായി കണക്കാക്കുന്ന ക്രിസ്തീയ മനോഭാവമുണ്ട്. ഈ ക്രൂരത അനുഭവിച്ച പെൺകുട്ടികളോട് ആ മനോഭാവത്തോടെ അവിടുത്തെ പല ക്രൈസ്തവ സഭകളും പെരുമാറുന്നു എന്ന് പോലും വാർത്തകൾ വരുന്നു. ദുഃഖകരമാണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുവാൻ, അവർക്ക് ആവശ്യമുള്ള ചികിത്സയും മാനസിക ധൈര്യവും കൊടുക്കുവാൻ, അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ലോകം മുഴുവൻ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. ലോക ക്രൈസ്തവർ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നൈജീരിയയിൽ വലിയ കൂട്ടക്കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും തീവെപ്പുകളുമൊക്കെ ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ളത് പലപ്പോഴും നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് രാത്രിയുടെ തലേന്ന് അല്ലെ ക്രിസ്മസ് രാത്രിയിൽ ഒക്കെ ക്രൂരമായ അതിക്രമങ്ങൾക്ക് ക്രൈസ്തവർ വിധേയമാകുന്നു. ഇതൊരു ക്രിസ്മസ് കാലഘട്ടമാണ്. ഭീതിയോടെ ജീവൻ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നൈജീരിയയിലെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ ക്രൈസ്തവർ ജീവിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിനങ്ങളായ ഈ ക്രിസ്മസ് കാലത്തെങ്കിലും നൈജീരിയയിൽ നിന്നൊരു ദുരന്ത വാർത്തയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.